ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ലക്ഷ്മിയമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇല്ല, ഞാൻ സ്നേഹിക്കുന്ന ഒരാളെ ഗംഗപ്രസാദ് അങ്ങനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടുള്ളപ്പോ ഗംഗയുടെ ഒരടവ് നടക്കാൻ പോകുന്നില്ല. അതിനു മുമ്പ് ഞാൻ അവനെ ഇല്ലാതാക്കിയിരിക്കും. എല്ലാ തരത്തിലും അവനെ ഇല്ലാതാക്കിയാൽ മാത്രമേ എന്റെ മക്കൾക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ആദ്യം ഇല്ലാതാവേണ്ടത് അവൻ തന്നെയാണ്. എന്തായാലും കിരണിന്റെ അച്ഛനെയൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്താതിരിക്കണേ നല്ലത്. കാരണം ഗംഗപ്രസാദ് ശരിക്കും പറഞ്ഞാൽ തന്റെ ശത്രുവാണ്. താൻ കാരണമാണ് ഗംഗപ്രസാദ് മറ്റുള്ളവരും കൂടി ഉപദ്രവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് താൻ തന്നെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്ന് ലക്ഷ്മി ഉറച്ചു തീരുമാനിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി അമ്മ അപ്പൊ തന്നെ ഒരു ഗുണ്ടയുടെ ഫോൺ വിളിക്കുന്നുണ്ട്. ഹലോ, നിങ്ങളിപ്പോ എവിടെയാണ്? എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം, ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. ശേഷം ലക്ഷ്മി അമ്മ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാട്ടോ. അവിടേക്ക് 2-3 ഗുണ്ടകൾ വരുന്നുണ്ട്. മേഡം എന്ന് പറയുമ്പോഴേക്കും, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു ജോലി തരാൻ വേണ്ടിയിട്ടാണ്. എന്താ മേഡം, ആരെങ്കിലും കൊട്ടേഷൻ ആണോ? അതെ, ഒരാൾക്കുള്ള കൊട്ടേഷൻ ആണ്. അവര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ ഒരാളല്ല. ഞാൻ തമിഴ്നാട്ടിലായിരുന്നു ശരിക്കും. അവിടുന്ന് അവനെ പേടിച്ചിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. എനിക്ക് പണമുണ്ട്, സ്വത്തുക്കളുണ്ട്, പിടിപാടുണ്ട്, എല്ലാം ഉണ്ട്. എന്റെ ബന്ധുക്കൾക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവനെ എല്ലാവരും പേടിച്ചേ പറ്റൂ. കാരണം അവരെല്ലാവരും ഇല്ലാതാക്കുന്ന ഒരുത്തനാണ്. അവനിപ്പോ ജയിലിലാണ്. അയ്യോ മേഡം, ജയിലിലുള്ള ആളെ എങ്ങനെയാ മേഡം ഞങ്ങൾ ഇല്ലാതാക്കണത്? പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കൂ. അവനിപ്പോ ജയിലിൽ നിന്ന് പുറത്തേക്ക് തല പൊട്ടിയെന്ന് പറഞ്ഞിട്ട് പുറത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലെ ICUലാണ്. ഇപ്പൊ വാർഡിലേക്ക് മാറ്റിയെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അവൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ നിരീക്ഷണം അവന്റെ അടുത്ത് തന്നെ വേണം. അവൻ തിരിച്ച് ജയിലിൽ പോണ വരെ നിങ്ങൾ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അവനെങ്ങാനും പുറത്തു പോവുകയാണെങ്കിൽ നിങ്ങൾ അവനെ കൊല്ലണം. അവനെ കൊല്ലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണം വാരിക്കോരി തരാം. ശേഷം നിങ്ങളെ കുറ്റമൊന്നും ഏറ്റെടുക്കണ്ട, ഞാൻ തന്നെ ആ കുറ്റം ഏറ്റെടുക്കും. എനിക്ക് അവനെ കൊല്ലാൻ മടിയുള്ളത് കൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവിന്റെ മോനാണല്ലോ, അതുകൊണ്ട് എനിക്ക് കൊല്ലാൻ വല്ലാത്തൊരു മടി പോലെ. മാത്രമല്ല ഞാനിങ്ങനെ ശീലമില്ല എനിക്ക്. നിങ്ങൾ കൊന്നോളൂ, കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. അയ്യോ അത് വേണ്ട മേഡം, അവനെ കൊന്ന് തെളിവുകളില്ലാത്ത രീതിയിൽ ഞങ്ങൾ കൊന്നെടുത്തോളാം. അല്ലെങ്കിൽ ഇത്രയും നീചനായിട്ടുള്ള ഒരുത്തൻ കൊല ചെയ്യപ്പെട്ട ആരും മേഡത്തിന് ശിക്ഷ തരാണ്? അങ്ങനെ ഒന്നും സംഭവിക്കില്ല മേഡം എന്നൊക്കെ പറയാണ്. ശരി, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണി തുടങ്ങിക്കോ, ഇപ്പൊ തന്നെ പണി തുടങ്ങിക്കോ. സിറ്റി ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റ് എന്ന് പറയാണ്. അങ്ങനെ ആ ഗുണ്ടകൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുവാട്ടോ. അതേസമയം ചന്ദ്രസേന കിരണിനോടും കല്യാണെടുത്ത് പറയണ്ട്, നോക്ക് മക്കളെ, ലക്ഷ്മിയമ്മ നിങ്ങളുടെ ഒരു സഹായം ചോദിച്ചു. ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ഒരുത്തനെ കൊല വിളിക്കാനായിട്ട്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി അമ്മ ചെയ്യുമെന്നും പറഞ്ഞു. എന്തായാലും അത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവർക്കും അപകടകാരിയാകും അവൻ എന്നൊക്കെ ലക്ഷ്മി അമ്മ നമുക്ക് എല്ലാവർക്കും മുന്നറിയിപ്പ് തന്നു. നമ്മൾ അത് നിരസിച്ചും ചെയ്തു. ഇല്ല, നമ്മൾക്ക് അതിനെ പറ്റില്ല എന്ന് പറഞ്ഞു നമ്മളത് നിരസിച്ചും ചെയ്തു. പക്ഷെ നാളൊരു സമയത്ത് നമ്മൾ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ല മക്കളെ എന്ന് പറയണം. അല്ല അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ലക്ഷ്മി അമ്മ അന്ന് അവനെ കൊല്ലാൻ പറഞ്ഞ സമയത്ത് അവനെ തീർത്തിരുന്നെങ്കിൽ പിന്നീട് നമുക്ക് വിഷമിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് ലക്ഷ്മി അമ്മ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കിരൺ എന്നാലും എടാ, അവൻ എല്ലാരും കൊല്ലണേക്കാളും നല്ലത് അവൻ ഇല്ലാതാവണതല്ലേ. അവനെ കൊല്ലണോന്ന് ഞാൻ പറയണില്ല. പക്ഷെ അവൻ എങ്ങാനും ജയിൽ ചാടാണെങ്കിൽ അവൻ പുറം ലോകം കാണാൻ പറ്റാത്ത തരത്തിൽ അവൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തല്ലിക്കൂട്ടി ഒരു മൂലക്കിട്ടാലും കുഴപ്പമില്ല, വല്ല ഹോം നേഴ്സിനെ വെച്ച് നോക്കിപ്പിക്കാലോ. അവൻ കയ്യും കാലും ഓടിന് തളർവാദിയായിട്ട് ഒരു മൂലക്ക് കിടന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. ശരി അച്ഛാ, നമുക്ക് എന്താച്ചും നോക്കി ചെയ്യാമെന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ ഗുണ്ടകൾ സിറ്റി ഹോസ്പിറ്റലിൽ അങ്ങനെ നിരന്ന് നിൽക്കാട്ടോ. ഗംഗപ്രസാദ് അങ്ങനെ പുറത്ത് ചാടുവാണെങ്കിൽ അവനെ പിടിക്കാനായിട്ട്. അതേസമയം ഗംഗപ്രസാദ് ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസുകാരും പുറത്ത് നിൽക്കുന്ന പോലീസുകാരും വരുന്നുണ്ടെടാ, നിനക്കിപ്പോ എങ്ങനെയാ, വേദനയൊക്കെ മാറിയോ? നമുക്ക് തിരിച്ച് ജയിലിലേക്ക് പോകണ്ടേ? അയ്യോ സാറേ, എനിക്ക് വയ്യ സാറേ. സാറിങ്ങനെ തമാശയൊന്നും പറയല്ലേ, എനിക്ക് ചിരിക്കാൻ പോലും പറ്റില്ല. വായൊക്കെ വേദന എടുക്കുക സാറേ, എനിക്ക് ചിരിക്കാൻ പോലും പറ്റില്ല സാറേ. ഞാൻ തമാശ പറഞ്ഞതൊന്നുമല്ല, എനിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോകുവാണ്. നീ ഇവിടുന്ന് പുറത്തേക്ക് അനങ്ങി പോകരുത്, കാരണം ചുറ്റും പോലീസുകാരുണ്ട്. നീ ഇവിടുന്ന് അനങ്ങിയാലും പോലീസുകാർ നിന്നെ പിടിക്കും. അയ്യോ സാറേ, എനിക്ക് ഇവിടെ നടക്കാൻ പോലും വയ്യ, പിന്നല്ലേ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോണത്. സാർ എവിടെയാണെന്ന് പോയിട്ട് വന്നു സാറേ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഗംഗപ്രസാദ് പറയണം. അങ്ങനെ ആ പോലീസുകാരനെ അവിടെ ഇവിടെ മാറുന്ന സമയത്ത് ഗംഗപ്രസാദിന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി ഒരു മെയിൽ നേഴ്സ് അങ്ങോട്ടേക്ക് വരുവാട്ടോ. അയാള് വന്നിട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗംഗപ്രസാദ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അയാളെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് അയാളുടെ ഡ്രസ്സ് ഊരിയിട്ട് ഗംഗപ്രസാദ് ഇടാണ്. ശേഷം ഗംഗപ്രസാദിന്റെ ഡ്രസ്സ് അയാൾക്ക് ഇട്ട് കൊടുത്തിട്ട് ബെഡിലേക്ക് കിടത്തി പൊതച്ചു മൂടി ഇങ്ങനെ കിടത്തുവാട്ടോ. എന്നിട്ട് കൈ പുറത്തേക്ക് ഇടണം. ഗംഗപ്രസാദാണ് കിടക്കുന്ന രീതിയിൽ അവിടെ പുറത്തേക്ക് കൈ ഇങ്ങനെ ചെറുതായിട്ട് ചാടിച്ച് കിടത്തുകയാണ്. അങ്ങനെ പതുക്കെ ഗംഗപ്രസാദ് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട പതുക്കെ നോക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. ഗംഗപ്രസാദ് എന്തായാലും പുറത്തു പോലും ഉറപ്പാണ്. കാണാൻ വെച്ചാല് പുറത്ത് ഗംഗപ്രസാദിനെ തീർക്കാൻ വേണ്ടി കിരണും കല്യാണി പിന്നെ ലക്ഷ്മി അമ്മയുടെ ഗുണ്ടകളും ചന്ദ്രസേനയുടെ ഗുണ്ടകളും അതിനെ പുറമെ മനോഹറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മനോഹറും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്.
അങ്ങനെ ഗംഗപ്രസാദിന് ആരുടെ കൈകൊണ്ട് തീരുമെന്നാണ് നമ്മൾക്കിപ്പൊ അറിയേണ്ടത്. എനിക്ക് തോന്നണം മിക്കവാറും ലക്ഷ്മി അമ്മയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും ഗംഗപ്രസാദ് തീരുന്നത്. ലക്ഷ്മി അമ്മ ജയിലിലേക്കും പോകുമായിരിക്കും. എങ്കിലല്ലേ ദീപയുടെ കൂടെ പ്രകാശിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു ഭാര്യനെ ദീപനെ വീണ്ടും റീമാരേജ് ചെയ്യാലോ. ലക്ഷ്മി അമ്മ ഉണ്ടെങ്കിൽ അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ലക്ഷ്മി അമ്മക്ക് ബുദ്ധിമുട്ടായാലോ. ഇതാകുമ്പോൾ ദീപയായിട്ട് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ലക്ഷ്മി അമ്മ ഒരു ത്യാഗം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില ആളുകൾ പറയുന്നുണ്ട് മനോഹർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്രയും നാൾ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ മനോഹർ ഒരു നന്മ ചെയ്യാന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമായിട്ടുള്ള ഗംഗപ്രസാദിനെ തീർക്കാൻ വേണ്ടി മനോഹർ തന്നെ മുൻകൈ എടുത്തിട്ട് ഗംഗപ്രസാദിനെ ഇല്ലാതാക്കുമെന്ന് കുറെ പേര് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദ് ഒന്നില്ലെങ്കിൽ ജയിലിലേക്ക് വരണം, അല്ലെങ്കിൽ മനോഹർ ജയിലിൽ ചാടണം. അതെങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന ലക്ഷ്മി അമ്മ തന്നെയായിരിക്കും ഗംഗപ്രസാദിനെ കൊല്ലാൻ പോണത്. എന്തായാലും ഗംഗപ്രസാദ് മരിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ആഴ്ചത്തെ പ്രൊമോയിലല്ല, അടുത്ത ആഴ്ചത്തെ പ്രൊമോയിൽ കാണാൻ സാധിക്കും. കാരണം ഗംഗപ്രസാദ് മരിക്കുന്നത് 100% ഷുവർ ആണ്. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞത് നമ്മുടെ മനോഹറിന്റെ കൈ കൊണ്ടിട്ടാണ് മരിക്കണേന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ലക്ഷ്മിയമ്മ തന്നെയായിരിക്കും. ലക്ഷ്മിയമ്മ ജയിലിലേക്ക് പോകാനാണ് ചാൻസ്. എന്തായാലും നമ്മുടെ ഗംഗപ്രസാദ് പുറത്തിറങ്ങുന്ന ഭാഗമാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ദീപേനെയും പ്രകാശിനെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് പ്രകാശിനെ പറയുന്നുണ്ട് ദീപയുടെ എനിക്ക് അമ്പലത്തിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോ ദീപ പറയണ്ട അതിനെന്താ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയണം. അങ്ങനെ ദീപയും പ്രകാശിനും കൂടി ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ ദീപ പറയുന്നുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ അമ്പലത്തിൽ ഇതുപോലെ ഒരുമിച്ച് പോയേക്കണത്. അതിനുശേഷം നമ്മൾ ഇതിട്ട് അമ്പലത്തിലേക്ക് ഒരുമിച്ച് പോയിട്ടില്ല. അതേ ദീപേ, എന്തായാലും ഇപ്പൊ നിന്റെ കൈ പിടിച്ച് അമ്പലത്തിലേക്ക് പോകുമ്പോ ഒരു സമാധാനം ഉണ്ട്. എന്തായാലും ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ ദീപയുടെ കൈ പിടിച്ച് പ്രകാശൻ അമ്പലത്തിലേക്ക് പോവാണ്. തിരുമേനിക്ക് ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. ആഹാ, അപ്പൊ കാര്യങ്ങളൊക്കെ ഇവിടെയും വരെ ആയല്ലേ, വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഒരുമിച്ച് കണ്ടതില്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് പ്രകാശൻ ഇവിടുന്ന് അമ്പലത്തിൽ വന്നിരിക്കുമ്പോഴും ഇവിടെ തൂണ് കഴിക്കുമ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് അയാളെ നല്ല മനസ്സ് നിങ്ങൾ തിരിച്ചറിയണേന്ന്. എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ. അയാൾക്ക് ഈ പ്രായത്തിലെങ്കിലും നല്ല ബുദ്ധി തോന്നിച്ചല്ലോ. നിങ്ങൾ അയാളെ ആക്സെപ്റ്റ് ചെയ്തല്ലോ. നല്ല കാര്യം, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ തിരുമേനി പറയണം. അപ്പൊ പ്രകാശൻ പറയുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ഒരു കാര്യം കൂടി സംഭവിച്ചേ പറ്റൂ തിരുമേനി. ജയിലിൽ കിടക്കുന്ന 3 പേരുണ്ട്, ഗംഗപ്രസാദ്, വിക്രം, അതുപോലെ തന്നെ രാഹുല്. ഇവര് 3 പേരും ഉള്ളിടത്തോളം കാലം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പ്രകാശം പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇവര് 3 പേര് കാരണം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാകും. അവര് തിന്മയുടെ വഴി സഞ്ചരിക്കുന്നവരല്ലേ, അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്യും എന്ന് പറയാണ്. അതേസമയം നമ്മുടെ ചന്ദ്രസേനെ കണ്ടുപിടിച്ചിട്ട് കിരണിനോട് പറയുന്നുണ്ട് എടാ മോനെ, തരുണിമ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടി വന്നത് പറഞ്ഞല്ലോ, അതിന്റെ CCTV ദൃശ്യങ്ങൾ നോക്കിയായിരുന്നു. അത് തരുണിമയല്ല, നീ സംശയിക്കുന്ന പോലെ ആ പെൺകുട്ടി ആവാനാ ചാൻസ്. ഞാൻ എന്റെ വീഡിയോ ക്ലിപ്പ് അയച്ചുതരാം എന്ന് പറഞ്ഞിട്ട് കിരണിനെ കാണിച്ചെടുക്കാണ്. കാണുമ്പോ കിരണും നമ്മുടെ കല്യാണി ഞെട്ടിപ്പോകാണ്. അത് സ്റ്റെഫിയാണ് കേട്ടോ. അങ്ങനെ കിരണും കല്യാണി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ തരുണിമ തന്നെയാണ് സ്റ്റെഫി തന്നെയാണ് മീനാക്ഷി, മീനു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നാലും അവള് നല്ലൊരു പുള്ളി തന്നെയാണ്, ഗംഗാപ്രസാദിനെ പറ്റിയ കൂട്ട് തന്നെയാണ്. ആദ്യം അവളെ നമുക്ക് കൈക്കലാക്കണം എന്ന് പറയാണ്. അങ്ങനെ കിരണും കല്യാണിയും കൂടി ചേർന്നിട്ട് നമ്മുടെ സ്റ്റെഫിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഭാഗം നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.